നമ്മളെല്ലാവരും ക്യാഷ് ഏൺ ചെയ്യാൻ തുടങ്ങുന്ന ആ ഒരു സമയത്ത് എല്ലാവരും നമ്മളടുത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. ചെലവുകളെല്ലാം കഴിഞ്ഞിട്ട് ഒരു വലിയ എമൗണ്ട് സേവ് ചെയ്തു വെക്കൂ എന്ന്. ഈവൻ ദർ ഇസ് എ സെയിങ്, എവറി പെന്നി സേവ്ഡ് ഇസ് എവറി പെന്നി ഏൺഡ് എന്ന്. പക്ഷെ ഇവരാരും നമ്മുടെ അടുത്ത് ഈ കാശ് എങ്ങനെയാണ് സേവ് ചെയ്യേണ്ടത്, അത് എവിടെയാണ് സേവ് ചെയ്യേണ്ടത്, എപ്പോഴാണ് സേവ് ചെയ്യേണ്ടത് എന്ന് പറയുന്നില്ല. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഈ കാശ് വീട്ടിൽ ചിലപ്പോൾ കാശായിട്ട് വെക്കുന്നുണ്ടാവും. ദർ ഇസ് നത്തിങ് വേഴ്സ് ദാറ്റ് യു ക്യാൻ ഡു വിത്ത് യുവർ മണി. ഇല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ബാങ്കിൽ സേവിങ്സ് അക്കൗണ്ടിലോ FD-യിലോ ഇട്ട് വെക്കുന്നുണ്ടാവും. വളരെ വലിയ തെറ്റാണ്. മൈ നെയിം ഇസ് ഷാരിഖ് ഷംസുദ്ദീൻ. വെൽക്കം ടു അനദർ വീഡിയോ. നമ്മുടെ ഏർണിംഗ്സിൽ നിന്ന് പണം സേവ് ചെയ്ത് വെക്കുന്നതുകൊണ്ട് ആ ഫുൾ പ്രോസസ്സിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ ആകുന്നുള്ളൂ. അത് മനസ്സിലാക്കണമെങ്കിൽ എന്തിനാണ് സേവ് ചെയ്യണം എന്ന് പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തിനാണ് സേവ് ചെയ്യേണ്ടത്? അതായത് നമ്മൾ ഇപ്പോൾ കിട്ടുന്ന എമൗണ്ടിൽ നിന്ന് ഒരു എമൗണ്ട് സേവ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്കത് നമ്മുടെ ഫ്യൂച്ചർ പ്ലാനിലേക്കും നമ്മുടെ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്കും അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതായത് ഭാവിയിൽ നമുക്ക് എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നിരിക്കാം, ഹെൽത്ത് റിലേറ്റഡോ പേഴ്സണലിയോ ഫാമിലി റിലേറ്റഡോ എന്തെങ്കിലും ഒരു പേഴ്സണൽ പ്രോബ്ലം വരികയാണെങ്കിൽ ഈ സേവ് ചെയ്ത മണി നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇല്ലെങ്കിൽ നമുക്ക് ഫ്യൂച്ചർ പ്ലാനിങ്സും നമ്മുടെ ഗോൾസും ഉണ്ടാകും. മാരേജ് ആകാം, എഡ്യൂക്കേഷൻ ആകാം, ഇല്ലെങ്കിൽ ട്രാവലിംഗ് ആകാം, ഇല്ലെങ്കിൽ റിട്ടയർമെന്റ് പ്ലാനിങ് ആകാം. അതായത് നമ്മൾ സേവ് ചെയ്ത എമൗണ്ടിൽ നിന്ന് നമുക്ക് ഭാവിയിൽ ഒരു പോയിന്റ് കഴിഞ്ഞാൽ ഈ ഒരു വർക്ക് ചെയ്തിട്ട് അതിന്റെ ആ ഒരു സർക്കിളിൽ അതിന്റെ ഒരു സൈക്കിളിൽ ഓടിക്കൊണ്ടിരിക്കാതെ ഒരു പോയിന്റ് കഴിഞ്ഞാൽ റിട്ടയർ ചെയ്യാനും അത് കഴിഞ്ഞിട്ട് സെൽഫ് സസ്റ്റെയിൻ ആക്കാനുള്ള ഒരു സ്വയം ഒരു ഫണ്ട് ഉണ്ടാക്കാൻ അതിലേക്കും ആൾക്കാർ സേവ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ ചെയ്യുന്നത് പോലെ ഈ പണം വെറുതെ വെക്കുകയോ അല്ലെങ്കിൽ ബാങ്കിൽ FD-യിലോ സേവിങ്സിലോ ഒക്കെ ഇട്ട് വെക്കുന്നതുകൊണ്ട് ഈ സേവിങ്സ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ പറഞ്ഞ ഗോൾസ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഒരിക്കലും ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഈ പറഞ്ഞതിലൊക്കെ അപ്പൊ എന്താണ് പ്രശ്നമെന്നല്ലേ? പ്രശ്നം ഇതാണ്, വീട്ടിൽ പണം വെറുതെ വെക്കുകയാണെങ്കിൽ അതിന് ഒബ്വിയസ്ലി ഒരു ഗ്രോത്തും ഉണ്ടാകില്ല. 100 രൂപ ഇന്ന് അവിടെ വെക്കുകയാണെങ്കിൽ എത്ര വർഷം കഴിഞ്ഞാലും എത്ര നാൾ കഴിഞ്ഞാലും അത് ആ 100 രൂപയെ തന്നെ അവിടെ ഇരിക്കുന്നുണ്ടാവും. ബാങ്കിൽ ഒരു സേവിങ്സ് അക്കൗണ്ടിലാണ് ഇനി ഇട്ട് വെക്കുന്നതെങ്കിൽ ഒരു 4 to 6% റിട്ടേൺസ് അതിൽ കിട്ടും. ഇല്ലെങ്കിൽ നിങ്ങൾ ഇനി ഒരു ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ആണ്, FD ആണ് ഇടുന്നതെങ്കിൽ അതിനൊരു അറൗണ്ട് ഒരു 8% കിട്ടും. പക്ഷേ ഇന്നത്തെ ഈ ഒരു എക്കണോമിക് സിറ്റുവേഷനിൽ ആ ഒരു ഗ്രോത്ത് മതിയോ? നിങ്ങളുടെ സേവ് ചെയ്യുന്ന എമൗണ്ടിന് ആ ഒരു ഗ്രോത്ത് ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ ഗോൾസ് ഒക്കെ നിങ്ങൾക്ക് ലോങ് ടേമിൽ അച്ചീവ് ചെയ്യാൻ പറ്റും? അതും പറ്റില്ല. കാരണം എന്താണ്? ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പം. അതായത് ഇന്ത്യയിൽ ഇപ്പോൾ ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പം 4.5 to 5% പെർ ഇയർ നടക്കുന്നുണ്ട്. അതായത് സാധനങ്ങളുടെ, നിത്യോപയോഗ സാധനങ്ങളുടെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷത്തിൽ നിന്ന് അടുത്ത വർഷത്തേക്ക് ഒരു 5% എന്നൊരു ആവറേജ് റേറ്റ് വെച്ച് സാധനങ്ങളുടെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇന്ന് ഇൻവെസ്റ്റ് ചെയ്ത് വെക്കുന്ന അല്ലെങ്കിൽ ഇന്ന് സേവ് ചെയ്ത് വെക്കുന്ന ആ ഒരു 100 രൂപ നാളെ 105 രൂപ ആയില്ല എങ്കിൽ 104 രൂപയാകുന്നുവെങ്കിൽ ഇന്ന് വാങ്ങാൻ പറ്റിയ ആ 100 രൂപ കൊണ്ട് വാങ്ങാൻ പറ്റിയ ആ ഒരു കമ്മോഡിറ്റി നാളെ നിങ്ങൾക്ക് ആ 100 രൂപ കൊണ്ട് വാങ്ങാൻ പറ്റാണ്ടാവും. അതുകൊണ്ടാണ് വളരെ നന്നായി സേവ് ചെയ്യണം എന്ന് പറയുന്നത്. ഇത് മാത്രമല്ല, ഇൻഫ്ലേഷൻ മാത്രമല്ല റീസൺ. വേറെ ഒന്നുള്ളത്, നിങ്ങൾ ജീവിത ചെലവുകൾ ഒബ്വിയസ്ലി കൂടി വരും. നിങ്ങൾക്ക് ഫാമിലി ആകും, കുട്ടികളാകും, അവരുടെ റിലേറ്റഡ് എക്സ്പെൻസസ് വരും. പിന്നെ ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ എന്തായാലും നമ്മൾ ലോണുകൾ എടുക്കും. വീടിന് ലോൺ എടുക്കും, കാറിന് ലോൺ എടുക്കും, ക്രെഡിറ്റ് കാർഡ് ലോൺസ് ഉണ്ടാവും. ഇതെല്ലാം വരുമ്പോൾ ഈ ലോൺസിനൊക്കെ വരുന്നത് ഒരു 9% മുതൽ 14% വരെ ഇൻട്രസ്റ്റിലായിരിക്കും നിങ്ങൾ ഈ ലോൺസ് എടുക്കുന്നത്. ഇതുമെല്ലാം നിങ്ങൾ അടക്കേണ്ടത് നിങ്ങളുടെ പേഴ്സണൽ ഇൻകത്തിൽ നിന്നാണ്. സേവ് ചെയ്യുന്ന ഇൻകത്തിൽ നിന്ന് സേവ് ചെയ്യുന്ന ഇൻകം നേരത്തെ പറഞ്ഞ സോഴ്സസിൽ ആണ് സേവ് ചെയ്യുന്നതെങ്കിൽ ഇതെല്ലാം ഒരിക്കലും നിങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? നേരത്തെ പറഞ്ഞ എംപ്ലോയ്മെന്റിന്റെ ആ ഒരു സർക്കിൾ ഉണ്ടല്ലോ, നിങ്ങൾ എല്ലാ വർഷവും വർക്ക് ചെയ്ത് ജീവിതത്തിന്റെ ആ ഒരു അവസാനം വരെ നിങ്ങൾക്ക് വർക്ക് ചെയ്യേണ്ടി വരുന്നു. ഒരിക്കലും നിങ്ങൾക്ക് ഒരു സമാധാനപരമായ ഒരു റിട്ടയർമെന്റ്, ഒരു പീസ്ഫുൾ റിട്ടയർമെന്റ് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ പറ്റാണ്ട് പോകും. അതുകൊണ്ടാണ് കാശ് എങ്ങനെ സേവ് ചെയ്യണം എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആകുന്നത്. അതിന്റെ ഉത്തരം എന്താണെന്ന് വെച്ചാൽ ഇൻവെസ്റ്റ് ചെയ്യൂ. അതെ, കറക്റ്റ് അസറ്റ് ക്ലാസസ്, നിങ്ങൾക്ക് പറ്റിയ റിസ്ക് ഫ്രീ അസറ്റ് ക്ലാസസ് കണ്ടുപിടിച്ച് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് വേണ്ടത്. പണം സേവ് ചെയ്യലല്ല ഇമ്പോർട്ടന്റ്, പണം ശരിയായി ഇൻവെസ്റ്റ് ചെയ്യലാണ് ഇമ്പോർട്ടന്റ്. അതായത് മേക്ക് മണി വർക്ക് ഫോർ യു, ലെറ്റ് മണി മേക്ക് മണി ഫോർ യു. നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ വളരെ വാല്യൂബിൾ ആയിട്ടുള്ള ടൈമും നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ എനർജിയൊക്കെ മണിക്ക് വേണ്ടി ട്രേഡ് ചെയ്യുന്നത്? നിങ്ങൾ സേവ് ചെയ്യുന്ന എമൗണ്ട് അത് ഇൻവെസ്റ്റ് ചെയ്തിട്ട്, ശരിയായ അസറ്റ് ക്ലാസസിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട്, ലെറ്റ് ദാറ്റ് മണി വർക്ക് ഫോർ യു ഇൻ എ ലോങ്ങർ ടേം. എന്താണ് ഒരു അസറ്റ്? സംതിങ് ദാറ്റ് പുട്സ് മണി ഇൻ യുവർ പോക്കറ്റ് ഈസ് ആൻ അസറ്റ്. സംതിങ് ദാറ്റ് ടേക്സ് മണി അവേ ഫ്രം യുവർ പോക്കറ്റ് ഈസ് എ ലയബിലിറ്റി. അപ്പോൾ അസറ്റ്സ് കണ്ടുപിടിക്കുക.
ഇപ്പൊ നമ്മൾ ഒരു കോമൺ ആളെന്ന രീതിയിൽ എന്ത് അസറ്റ്സിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും? സേവ് ചെയ്യുന്ന മണി ഇൻവെസ്റ്റ് ചെയ്യാൻ ബെസ്റ്റ് ആയിട്ടുള്ളത് മ്യൂച്വൽ ഫണ്ട്സ് ആണ്. SIPs, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻസ്. മ്യൂച്വൽ ഫണ്ട്സിന്റെ അതിൽ വളരെ റിസ്ക് ഫ്രീ ആയിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ലോങ് ടേമിൽ വളരെ ഹൈ റിട്ടേൺസ് ഉണ്ടാക്കാൻ പറ്റും. വളരെ സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു 500 രൂപ 20 വർഷത്തേക്ക് നിങ്ങൾ അത് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഓൾമോസ്റ്റ് ഒരു 20 ലക്ഷം 25 ലക്ഷം രൂപയാകും. അതാണ് കോമ്പൗണ്ട് ചെയ്തിട്ട് മ്യൂച്വൽ ഫണ്ട് പോലെയുള്ള ഒരു അസറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ, അതിൽ പണം സേവ് ചെയ്താൽ നമുക്ക് ഉണ്ടാകുന്ന ആ ഒരു ബെനിഫിറ്റ് അതാണ്. പിന്നെ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം, റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം, റെന്റൽ ഇൻകം അതിൽ നിന്ന് വരും. അങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് ബോൺസിൽ ഇൻവെസ്റ്റ് ചെയ്യാം. സേവ് ചെയ്യുന്ന മണി ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങൾ ഹാർഡ് ഏൺ ചെയ്ത നിങ്ങളുടെ ആ മണി, ആ സേവ് ചെയ്ത മണി വളരെ എക്സ്പോണൻഷ്യൽ ഒരു റേറ്റിലാണ് ഗ്രോ ചെയ്യുന്നത്. ബാക്കി നിങ്ങളിപ്പോൾ സേവ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റിനേക്കാളും ഒരു 12% മുതൽ 20% വരെയുള്ള റിട്ടേൺസ് ആണ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നത്. നമ്മുടെ എല്ലാവിധ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്കും ഇത് ഹെൽപ്പ് ചെയ്യുന്നു. മാത്രമല്ല, ടാക്സസ് സേവ് ചെയ്യാൻ, നേരത്തെയുള്ള ഇൻകത്തിൽ നിങ്ങൾ ഒരു വലിയ എമൗണ്ട് തന്നെ ടാക്സ് കൊടുക്കുന്നു ഗവൺമെന്റിന്, ടാക്സസ് സേവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. നിങ്ങളുടെ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിലേക്ക് ഇതൊരു വളരെ നല്ല കോൺട്രിബ്യൂഷൻ നടത്തുന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ എനിക്ക് വീഡിയോയിൽ പറയാനുള്ളത്. കാശ് സേവ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്, നമ്മളെല്ലാവരും ചെയ്യുന്നതുമാണ്. പക്ഷെ അത് എങ്ങനെ സേവ് ചെയ്യുന്നു, അത് കറക്റ്റ് രീതിയിൽ, കറക്റ്റ് സമയത്ത്, കറക്റ്റ് ഇൻസ്ട്രുമെന്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ആ പ്ലാൻസ്, ഗോൾസ് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുകയും നിങ്ങളെല്ലാവരും അൾട്ടിമേറ്റ് ഹാപ്പിനെസ് കിട്ടുകയും ചെയ്യുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണെങ്കിലും അത് കമന്റ് ചെയ്യുക. ഈ വീഡിയോ കണ്ടാൽ ഇഷ്ടപ്പെടും, ഹെൽപ്പ് ചെയ്യുമെന്ന് തോന്നുന്നവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക. ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ യൂട്യൂബിലെ ചാനൽ ഷാരിഖ് ഷംസുദ്ദീൻ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലെ വീഡിയോസ് കാണുവാനായിട്ട് ബെല്ലൈക്കൺ നിൽക്കൂ, അതായത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അടുത്ത തവണ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.